ഒരു കോൺക്രീറ്റ് മേൽക്കൂരയിൽ വിള്ളലുണ്ടായെന്ന് കരുതുക. ആ വിള്ളലിലൂടെ ചോർച്ച അകത്തേക്ക് വരുന്നുണ്ട്. തടയാൻ പ്ലാസ്റ്ററിങ്ങും പുതിയ കോമ്പൗണ്ടിങ് സംവിധാനവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്താലും ഒരു ചോർച്ച ഉണ്ടായാൽ അത് നിർമ്മാണത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിശ്ചയമായും ആ ജലാംശം അകത്തേക്ക് ഇരിക്കും. പിന്നീട് ചോർന്നില്ലെങ്കിൽ പോലും പുറമെയുള്ളതൊക്കെ കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ പോലും അകമേ കരുള്ള ജലാംശം അതിനകത്തുള്ള ഇരുമ്പ് കമ്പികളെ ദ്രവിപ്പിക്കും. ഒടുവിൽ ആ മേൽക്കൂര നിലമ്പൊത്തും. പറഞ്ഞത് കെട്ടിടത്തെ കുറിച്ച് പറയാനല്ല. ധർമ്മേന്ദ്ര പ്രധാനം മാറ്റിയത് കൊണ്ട് ചോർച്ചകൾ നിൽക്കുന്നില്ല. വീണ്ടും പേപ്പർ ലീക്കുകൾ, വീണ്ടും പരീക്ഷ മാറ്റിവെക്കരുത്. ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി ഈ ഭരണകൂടത്തിന്റെ കയ്യിൽ സുരക്ഷിതമല്ലെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവാം. അവിടെ അംബേദ്കർ വിജയിക്കുന്നു, അംബേദ്കർ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ്. ഈ നാട്ടിൽ അധസ്ഥിതന്റെ നേതാവായിട്ടാണ് അംബേദ്കറിനെ കരുതപ്പെട്ടിരുന്നത്. വാസ്തവത്തിൽ ഇന്ത്യൻ ജനതയുടെ നേതാവാണ് അംബേദ്കർ എന്ന് വെളിപ്പെടുകയാണ്. ഈ യുവതി യുവാക്കൾക്ക് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമില്ല, അവർക്ക് ഒരു നയമില്ല എന്നൊക്കെയാണ് പലപ്പോഴും വിമർശകരായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. വാസ്തവത്തിൽ അവർക്ക് വ്യക്തമായ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയുണ്ട്. അത് ദരിദ്രപക്ഷം നിൽക്കുക എന്നുള്ളതാണ്, എല്ലാവർക്കും അവകാശം ലഭിക്കാൻ വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്, വ്യവസ്ഥയുടെ മാറ്റത്തിന് വേണ്ടിയുള്ളതാണ്. അത് അംബേദ്കറുടെ ദർശനത്തിൽ ഊന്നിയതാണ്. ഇന്ത്യൻ ഭരണഘടന നെഞ്ചോട് ചേർത്തും അംബേദ്കറുടെ ചിത്രം ഉയർത്തിയും ധീരദേശാഭിമാനികൾക്ക് അഭിവാദ്യമർപ്പിച്ചും അവർ ചെയ്യുന്ന സമരം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത്? സ്വാതന്ത്ര്യ സമരങ്ങൾ അവസാനിച്ചു. സ്വാതന്ത്ര്യ സമരം അവസാനിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും നിരന്തരമായി സ്വാതന്ത്ര്യത്തിനുള്ള സമരങ്ങൾ നിലനിൽക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ സമരങ്ങളിൽ നിലനിൽക്കാതെ പോയതാണ് ഇന്ത്യക്ക് പറ്റിയ വീഴ്ച. അതാണ് ഇന്ന് മതരാഷ്ട്രവാദത്തിന്റെ കരങ്ങളിൽ കൊണ്ടുപോയി ഇന്ത്യ എത്തിച്ചത്. ഇനി വിമോചനത്തിന് നാളുകളാണ്. ഇന്ത്യൻ യുവത്വം ഉണർന്നെഴുന്നേറ്റു. എന്നും യുവത്വമാണ് ലോകത്തെ ഏകാധിപത്യത്തിനെതിരെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്. അതുകൊണ്ട് നിശ്ചയമായും പ്രത്യാശയ്ക്ക് വകയുണ്ട്. അംബേദ്കറുടെ ദർശനങ്ങളെ നെഞ്ചേറ്റുന്ന, ഇന്ത്യൻ ഭരണഘടനയെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയിലെ യുവതയുടെ എല്ലാ സമരങ്ങളും വിജയത്തിന്റെ പാതയിലേക്ക് മുന്നേറുന്നത് നമുക്ക് കാണാം.